നമ്മുടെ സി പ്രോഗ്രാമിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ്. ഏറ്റവും സിമ്പിളായിട്ടൊരു 3 ടേമുകൾ ഓർത്ത് വെക്കുക. എ പ്ലസ് ബി എന്നെടുക്കുന്നു. അതിൽ പ്ലസ്സിനെ നമ്മൾ വിളിക്കുന്നൊരു പേരാണ് ഓപ്പറേറ്റർ. ഇനി എയും ഉണ്ട്, അതേപോലെ ബിയും ഉണ്ട്. ആ എനെയും ബീനെയും നമ്മൾ വിളിക്കുന്നൊരു പേരാണ് ഓപ്പറൻറ്റ്. ഈ മൊത്തത്തിൽ പ്ലസ് ഇത് എന്താണോ ചെയ്യുന്നത്, ഇവിടെ അഡീഷനാണ് ചെയ്യുന്നത്, ആ മൊത്തത്തിൽ എന്താണോ ചെയ്യുന്നത് അതിനെ നമ്മൾ വിളിക്കുന്നൊരു പേരാണ് ഓപ്പറേഷൻ. അപ്പോൾ എ പ്ലസ് ബിയിൽ പ്ലസ് എന്ന് പറഞ്ഞ ഓപ്പറേറ്ററാണ്, എയും ബിയും ഓപ്പറൻ്റാണ്. എ പ്ലസ് ബീനെ മൊത്തത്തിൽ നമ്മൾ ഓപ്പറേഷൻ എന്ന് വിളിക്കും. ഓക്കെ, ഇനി നമുക്ക് എത്ര ടൈപ്പ് ഓപ്പറേറ്റർ ഉണ്ടെന്നാണ് നോക്കുന്നത്. അതിൽ ഒന്നാമത്തെ ടൈപ്പാണ് അരിത്മെറ്റിക് ഓപ്പറേറ്റർ. അതിൽ വരുന്നതാണ് പ്ലസ്, മൈനസ്, സ്റ്റാർ, ഡിവിഷൻ, മോഡുലസ്. അതിലൊക്കെ നമുക്കറിയാം. ഇപ്പോൾ എ ഈക്വൽ ടു 5, ബി ഈക്വൽ ടു 2 ആണെങ്കിൽ എ പ്ലസ് ബി നമുക്ക് 7 കിട്ടും, എ മൈനസ് ബി നമുക്ക് 5 കിട്ടും, ദെൻ എ സ്റ്റാർ ബി നമുക്ക് 10 കിട്ടും, 10 കിട്ടും. എ ബൈ ബി എന്ന് പറഞ്ഞാൽ 5/2, 2 2 4 ബാക്കി 1. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് 2 കിട്ടും. എ മോഡുലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൈൻഡർ ആയിട്ട് കിടക്കുന്നത് എന്താണെന്നാണ് നമുക്ക് 1 കിട്ടും. ഇതാണ് അരിത്മെറ്റിക് ഓപ്പറേറ്റർ. നമ്മൾ മാത്തമാറ്റിക്സിൽ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു ഓപ്പറേറ്ററാണ്. രണ്ടാമത്താണ് കമ്പാരിസൺ ഓപ്പറേറ്റർ, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരാണ് റിലേഷണൽ ഓപ്പറേറ്റർ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഡബിൾ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. ഇതിൻ്റെ റിസൾട്ട് ഒരു ബൂളിയൻ വാല്യൂ ആയിരിക്കും എപ്പോഴും. ബൂളിയൻ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിക്ക് 0 അല്ലെങ്കിൽ 1 ആയിരിക്കും. 1 ഫോർ ട്രൂ അല്ലെങ്കിൽ 0 ഫോർ ഫോൾസ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് ട്രൂ ആയിട്ടോ ഫോൾസ് ആയിട്ടോ പറയാം, അല്ലെങ്കിൽ 1 എന്നോ 0 എന്നോ നമുക്ക് പറയാം. അപ്പോൾ ഞാനിങ്ങനെ എഴുതുകയാണ്. നേരത്തെ സെയിം എക്സാമ്പിൾ, എ ഈക്വൽ ടു 5, ബി ഈക്വൽ ടു 2. അപ്പോൾ ചോദിക്കുകയാണ് എ ഈക്വൽ ടു 5, ബി ഈക്വൽ ടു 2. എ ഗ്രേറ്റർ ദാൻ ബി ആണോ, അത് 5 ഗ്രേറ്റർ ദാൻ 2 ആണോ? യെസ്, കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ട്രൂ കിട്ടും. ഇനി എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി, അങ്ങനെ പറഞ്ഞാൽ ഒന്നിക്കെങ്കിൽ ഗ്രേറ്റർ ആവണം, അല്ലെങ്കിൽ ഈക്വൽ ആവണം. അതുകൊണ്ട് ഇവിടെ ടി. ഇനി എ ലെസ് ദാൻ ബി, 2നേക്കാൾ ചെറിയ നമ്പറാണോ 5? അല്ല, അതുകൊണ്ട് ഫോൾസ് അല്ലെങ്കിൽ 0. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, ഒന്നിക്കെങ്കിൽ 5 2നേക്കാൾ ചെറുതായിരിക്കണം, അല്ലെങ്കിൽ 5 2ന് ഈക്വൽ ആയിരിക്കണം. രണ്ടും അല്ല, അതുകൊണ്ട് ഫോൾസ്. ഇനി അടുത്തതാണ് എ ഡബിൾ ഈക്വൽ ടു ബിയും എ നോട്ട് ഈക്വൽ ടു ബിയും. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എ ഡബിൾ ഈക്വൽ ടു ബി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എയുടെ വാല്യൂ ഇപ്പോൾ 5, ബിയുടെ വാല്യൂ ഇപ്പം 2. അപ്പോൾ LHSലും RHSലുമുള്ള സാധനം സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് ഡബിൾ ഈക്വൽ ടു. അതിൻ്റെ ആൻസർ ഇപ്പോൾ 5 ഒരിക്കലും 2ന് ഈക്വൽ അല്ല, അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ ഫോൾസ് വരും. ഇനി നോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 2ന് ഈക്വൽ അല്ലല്ലോ, അല്ലേ എന്ന് ചോദിക്കുന്ന ഓപ്പറേറ്ററാണ്. 5 2ന് ഈക്വൽ അല്ല, അതുകൊണ്ട് ഇതെന്ത് വരും? നമുക്ക് ട്രൂ വരും. ഇനി ഇതിൻ്റെ കൂടെ തന്നെ പറയുന്ന ഒരാളാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ഈക്വൽ ടു എന്ന് പറയുന്ന ആ ഓപ്പറേറ്ററിൻ്റെ പേര്. അപ്പോൾ ഞാൻ എ ഈക്വൽ ടു 5 എന്ന് എഴുതി കഴിഞ്ഞാൽ RHSലുള്ള വാല്യൂവിനെ LHSലേക്ക് കൊണ്ടുപോയിട്ട് അസൈൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ എത്രയോ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡബിൾ ഈക്വൽ ടു ആൻഡ് സിംഗിൾ ഈക്വൽ ടു. ഡബിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഒരു റിലേഷണൽ ഓപ്പറേറ്ററാണ്, അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ ഓപ്പറേറ്ററാണ്. സിംഗിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഒരു അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. ഇത് LHSലും RHSലും നമ്മളിത് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇത് RHSലുള്ള ഒരു വാല്യൂവിനെ LHSലേക്ക് കൊണ്ടുപോയി അസൈൻ ചെയ്ത് വെക്കുന്നു. ഓക്കെ, ഇനി അടുത്തതാണ് ലോജിക്കൽ ഓപ്പറേറ്റർ ആൻഡ് ഓർ നോട്ട്, 3 എണ്ണമാണുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതുകയാണ്. എ ഈക്വൽ ടു 5, ബി ഈക്വൽ ടു 2, സി ഈക്വൽ ടു 3 എന്ന് എഴുതുന്നു. എന്നിട്ട് ഞാൻ എഴുതുകയാണ് എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് ബി ഗ്രേറ്റർ ദാൻ സി എന്ന് എഴുതുകയാണ്. ഇതിൻ്റെ മീനിങ് എന്താ? എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞാൽ 5 ഗ്രേറ്റർ ദാൻ 2, 5 2നേക്കാൾ വലുതാണ്. യെസ് ആണ്, ഇത് ട്രൂ ആണ്. ആൻഡ് ബി ഗ്രേറ്റർ ദാൻ ഡി, ബി 2 ആണ്, 2 ഗ്രേറ്റർ ദാൻ 3, 2 3നേക്കാൾ വലുതാണോ? അല്ല, ഇത് ഫോൾസ് ആണ്. അപ്പോൾ ആൻഡിൻ്റെ പ്രത്യേകത, എത്ര കണ്ടീഷൻ ഉണ്ടോ എല്ലാ കണ്ടീഷനും ട്രൂ ആയാൽ മാത്രമേ നമ്മളുടെ ആൻഡിൻ്റെ റിസൾട്ട് ട്രൂ ആയിട്ട് കിട്ടുള്ളൂ. ഇവിടെ ഒന്ന് ട്രൂവും ഒന്ന് ഫോൾസും ആയി കഴിഞ്ഞു, അതുകൊണ്ട് ഫൈനൽ റിസൾട്ട് എന്തിലേക്ക് പോകും? ഫോൾസിലേക്ക് പോകും. ഇതാണ് ലോജിക്കൽ ആൻഡ്. ഇനി ലോജിക്കൽ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നേരത്തെ സെയിം എ ഗ്രേറ്റർ ദാൻ ബി ഓർ ബി ഗ്രേറ്റർ ദാൻ സി, ഒന്ന് ട്രൂ ആണ്, ഒന്ന് ഫോൾസ് ആണ്. ഓറിൻ്റെ പ്രത്യേകത, ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ തന്നെ റിസൾട്ട് എന്തിലേക്ക് പോകും? ട്രൂയിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ഒന്ന് ട്രൂ അല്ലേ? എ ഗ്രേറ്റർ ദാൻ ബി, 5 ഗ്രേറ്റർ ദാൻ 2, അത് ട്രൂ ആണ്. ബി ഗ്രേറ്റർ ദാൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾസ് ആണ്. അപ്പോൾ ഒന്ന് ട്രൂ ആയി, അതുകൊണ്ട് ഫൈനൽ റിസൾട്ട് എന്തിലേക്ക് പോയി? ട്രൂയിലേക്ക് പോയി.
ഇനി നോട്ട്, ഞാനിത് മാത്രം എടുക്കുക, ഞാനിങ്ങനെ മാത്രം എടുക്കുക, എ ഗ്രേറ്റർ ദാൻ ബി നോട്ട്. ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എയുടെ വാല്യൂ 5 ഗ്രേറ്റർ ദാൻ 2 നോട്ട്. 5 ഗ്രേറ്റർ ദാൻ 2 എന്താ? 5 എന്ന് പറഞ്ഞാൽ എപ്പോഴും 2 വലുതാണ്. അപ്പോൾ ഇത് ട്രൂ ആണ്. ഇത് ട്രൂ ആണെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് ട്രൂ എന്ന് വരും. അതിൻ്റെ തൊട്ട് മുന്നേ ഒരു നോട്ട് ഇടുന്ന സമയത്ത് ഫോൾസിലേക്ക് വരും. അപ്പോൾ ട്രൂ ആണെങ്കിൽ ഫോൾസ് ആവും, ഫോൾസ് ആണെങ്കിൽ ട്രൂ ആവും. ജസ്റ്റ് ഫ്ലിപ്പ് ചെയ്യുന്ന കൺസെപ്റ്റ്. അപ്പോൾ അതാണ് ലോജിക്കൽ ആൻഡ് ഓർ നോട്ട്. അസൈൻമെൻറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇതാണ് ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ. ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ ഒന്ന് വെച്ച് കൂടുകയോ ഒന്ന് വെച്ച് കുറയുകയോ ചെയ്യുക. ഇപ്പോൾ എ ഈക്വൽ ടു 5, ഇനി പ്ലസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആവും. ഇനി ബി ഈക്വൽ ടു 2, ബി മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് B1 ആയിട്ട് മാറും. അതിൽ തന്നെ പ്രീ ഇൻക്രിമെൻ്റ് ഉണ്ട്, പോസ്റ്റ് ഇൻക്രിമെൻ്റ് ഉണ്ട്, പ്രീ ഡിക്രിമെൻ്റ് ഉണ്ട്, പോസ്റ്റ് ഡിക്രിമെൻ്റ് ഉണ്ട്. അത് നിങ്ങൾ നോക്കുക. അത് പ്രീ ഡിക്രിമെൻ്റ് ആണെങ്കിലും പോസ്റ്റ് ഡിക്രിമെൻ്റ് ആണെങ്കിലും പ്രീ ഇൻക്രിമെൻ്റ് ആണെങ്കിലും പോസ്റ്റ് ഇൻക്രിമെൻ്റ് ആണെങ്കിലും ഒന്ന് വെച്ച് കൂടുകയും ഒന്ന് വെച്ച് കുറയുകയും ഒക്കെ ചെയ്യും. പക്ഷെ അത് ഏതിലേക്ക് അസൈൻ ചെയ്ത് വെക്കുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് വ്യത്യാസം വരുന്നത്. അത് നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ അരിത്മെറ്റിക് പറഞ്ഞു, കമ്പാരിസൺ പറഞ്ഞു, ലോജിക്കൽ പറഞ്ഞു, അസൈൻമെൻറ്റ്, ഇൻക്രിമെൻറ്റ്, ഡിക്രിമെൻറ്റ്. ഓക്കെ, ഇനി അടുത്തത് കണ്ടീഷണൽ ഓപ്പറേറ്ററാണ്. ഇയാളെ വേറൊരു പേര് കൂടെ വിളിക്കും, ടേണറി ഓപ്പറേറ്റർ. ഇതും എത്രയോ പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഇത് ക്വസ്റ്റ്യൻ മാർക്ക് കോളൻ, ഈ രണ്ട് ഓപ്പറേറ്ററിനെ കൂടെ ഒരുമിച്ചിട്ടാണ് നമ്മൾ കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് വിളിക്കുക. ഇപ്പോൾ ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക. അതിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്: എക്സ്പ്രഷൻ 1 ക്വസ്റ്റ്യൻ മാർക്ക്, എക്സ്പ്രഷൻ 1 ആണോ, ആണെങ്കിൽ എക്സ്പ്രഷൻ 2 കോളൻ, അല്ലെങ്കിൽ എക്സ്പ്രഷൻ 3. ഇതാണ് അതിൻ്റെ സിൻടാക്സ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എ ഗ്രേറ്റർ ദാൻ ബി ആണോ ക്വസ്റ്റ്യൻ മാർക്ക്. ബീനേക്കാൾ വലുതാണ് എ എങ്കിൽ നമ്മൾ എനെ പ്രിൻ്റ് ചെയ്യണം. ബീനേക്കാൾ ചെറുതാണ് എ എങ്കിൽ നമ്മൾ ബീനെ പ്രിൻ്റ് ചെയ്യണം. അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. എ ഗ്രേറ്റർ ദാൻ ബി. ഇപ്പോൾ ഇങ്ങനെ നോക്കുക, എ ഈക്വൽ ടു 5, ബി ഈക്വൽ ടു 2 ആണെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ബി ആണോ? യെസ്, 5 ഗ്രേറ്റർ ദാൻ 2 ആണ്. ഈ കണ്ടീഷൻ ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ എ മാത്രമേ പ്രിൻ്റ് ചെയ്യുള്ളൂ, ഒരിക്കലും ബി പ്രിൻ്റ് ചെയ്യില്ല. കണ്ടീഷൻ ബേസ് ചെയ്തിട്ട് സംസാരിക്കുന്നത് പോലെ തന്നെയാണിത്. ഇതൊരു കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറയാൻ തന്നെ കാരണം ഒരു കണ്ടീഷനെ ബേസ് ചെയ്ത് സംസാരിക്കുന്നു. അറ്റ് എ ടൈം എയും ബിയും പ്രിൻ്റ് ചെയ്യില്ല. ഇവിടെ എങ്ങനെയാണ് പ്രിൻ്റ് ചെയ്യാമെന്നൊന്നും കൺഫ്യൂഷൻ വരരുത്. ഇവിടെ നമ്മൾ പ്രിൻ്റ് എഫ് ഒക്കെ എഴുതും. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി പോലുള്ളൊരു കണ്ടീഷൻ കൊടുത്തു. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ആദ്യം എഴുതും. ദെൻ കോളൻ ഇട്ടിട്ട് തെറ്റാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് രണ്ടാമത് എഴുതും. ഇനി സൈസ് ഓഫ് ഓപ്പറേറ്റർ. ഇപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതുകയാണ്, ഇൻറ്റ് എ എന്ന് എഴുതുന്നു. അതിനുശേഷം ഞാൻ സൈസ് ഓഫ് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻറ്റ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്ക് വേണ്ടി ഏതൊരു സ്ഥലത്ത് മെമ്മറിയിൽ ഒരു സ്പേസ് അലോക്കേറ്റ് ചെയ്യും. അവിടെ എനിക്ക് ആകെ ഇൻറ്റിജർ നമ്പേഴ്സിനെ മാത്രമേ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇതിൻ്റെ സൈസ് എത്രയാണ്? 2 ബൈറ്റ് അല്ലേ? അപ്പോൾ സൈസ് ഓഫ് എ കൊടുത്തു. അത് ഞാനിപ്പോൾ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്തു. അല്ലെങ്കിൽ ഞാനിത് ആ പ്രിൻ്റ് എഫിൻ്റെ ഉള്ളിൽ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണ്. പ്രിൻ്റ് എഫ് %d, സൈസ് ഓഫ് എ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സൈസ് ഓഫ് എ എത്രയാണോ എൻ്റെ സൈസ്, എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ സൈസ്, അതിനെ പ്രിൻ്റ് ചെയ്യുക. അപ്പോൾ എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ സൈസ് 2 ബൈറ്റ് ആണ്. അപ്പം പ്രിൻ്റ് ചെയ്യുന്ന ഔട്ട്പുട്ടിലേക്ക് വരിക 2 ബൈറ്റ് ആയിരിക്കും. അതാണ് സൈസ് ഓഫ് ഓപ്പറേറ്റർ. പിന്നെ ബിറ്റ് വൈസ് ഓപ്പറേറ്റർ ഉണ്ട്. അതാണ് ലോജിക്കൽ ബിറ്റ് വൈസ് ആൻഡ്, ബിറ്റ് വൈസ് ഓർ, ബിറ്റ് വൈസ് എക്സോർ. ബിറ്റ് വൈസ് ഓർന്ന് മാത്രം എഴുതരുത്, ബിറ്റ് വൈസ് ഓറാണ്. ബിറ്റ് വൈസ് ഓർ, ബിറ്റ് വൈസ് ആൻഡ്, ബിറ്റ് വൈസ് എക്സോർ. അപ്പോൾ ആൻഡും ഓറും ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കൊടുക്കുകയാണ്. 4 and 1 എന്ന് കൊടുക്കുകയാണ്. 4 and 1 നമുക്ക് കണ്ടുപിടിക്കണം. അതുപോലെ 4 or 1 നമുക്ക് കണ്ടുപിടിക്കണം. ഓറാണ് ഇത്, or 1 കണ്ടുപിടിക്കണം. അതുപോലെ 4 XOR 1 കണ്ടുപിടിക്കണം. ഇത് 4 ഇത് 3 നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ 4ൻ്റെ ബൈനറി എഴുതുക. 4ൻ്റെ ബൈനറി എന്ന് പറഞ്ഞാൽ 100 ആണ്. 1ൻ്റെ ബൈനറി 001 ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. 001 010 0111 00111 അങ്ങനെ സാധനം പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അത് വെച്ചിട്ടാണ് ഞാൻ എഴുതിയത്. അപ്പോൾ 100 ആണ് 4ൻ്റെത്, 1ൻ്റെത് 001 ആയിട്ടും വരും. അപ്പോൾ ഇതാ ഞാനിത് ആൻഡ് ചെയ്യാണ്. ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു, 2 ആൾക്കാരും 1 ആയി കഴിഞ്ഞാൽ മാത്രമേ റിസൾട്ട് 1 ആവുള്ളൂ. ഇവിടെ 2 ആൾക്കാരും 1 ആണോ? അല്ല, 0 ആണ്. ഇവിടെ 2 ആൾക്കാരും 0, ഇവിടെ 2 ആൾക്കാരും 1 അല്ല, അതുകൊണ്ട് 0. അപ്പോൾ ഇതിന് ആൻസർ 0 കിട്ടി. അപ്പോൾ 4 and 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ? ആൻഡിൻ്റെ കേസിൽ 2ഉം 1 കഴിഞ്ഞാൽ മാത്രമേ 1 ആവുകയുള്ളൂ. 1 1ഉം 1 0 വന്നു കഴിഞ്ഞാൽ 0, 1 0 1 1 വന്നു കഴിഞ്ഞാൽ 0, 2ഉം 0 വന്നു കഴിഞ്ഞാൽ 0. ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ്.
ഓക്കെ. ഇനി 4 ഓർ 1 കഴിഞ്ഞാൽ സെയിം 1 0 0 ഓർ 0 0 1 ആണ് എനിക്ക് ചെയ്യേണ്ടത്. ഓറിൻ്റെ പ്രത്യേകത ഏതെങ്കിലും ഒന്ന് 1 വന്നു കഴിഞ്ഞാൽ തന്നെ റിസൾട്ട് 1ലേക്ക് പോകും. ഇവിടെ 1 വന്നു 1, ഇവിടെ 0, ഇവിടെ 1 വന്നു 1. 1 0 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്. എനിക്ക് 4 ആൻഡ് 1 ചെയ്ത് 4 ഓർ 1 ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താണ് കിട്ടിയത്? എനിക്ക് 5 എന്നുള്ളതാണ് എൻ്റെ റിസൾട്ടായിട്ട് കിട്ടിയത്. ഓക്കെ. ഇനി 4 XOR 1 1 0 0 0 0 1. XORൻ്റെ പ്രത്യേകത സെയിം ആണെങ്കിൽ 0 ആയിരിക്കും, ഡിഫറെൻ്റ് ആണെങ്കിൽ അത് എപ്പോഴും 1 ആയിരിക്കും. സെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടും 1 1 ആണെങ്കിൽ 0, രണ്ടും 0 0 ആണെങ്കിലും 0. ഒന്ന് 1ഉം ഒന്ന് 0 ആണെങ്കിൽ ആൻസർ 1. ഇതാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ. രണ്ടും സെയിം ആണെങ്കിൽ 0, ഒന്ന് ഡിഫറെൻ്റ് ആണെങ്കിൽ 1. അപ്പോൾ ഇവിടെ ഡിഫറെൻ്റ് ആണല്ലോ, അതുകൊണ്ട് ഇവിടെ 0. ഇവിടെ സെയിം ആണല്ലോ, അതുകൊണ്ട് 1. ഇവിടെ ഡിഫറെൻ്റ് ആണല്ലോ, അതുകൊണ്ട് 0. അപ്പോൾ എനിക്ക് 0 1 0 എന്ന് കിട്ടും. 0 1 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. അപ്പോൾ എനിക്ക് 2 കിട്ടി. അപ്പം ബിറ്റ് വൈസ് ഓർത്ത് വെക്കുക. ഇതല്ലാണ്ട് ലെഫ്റ്റ് ഷിഫ്റ്റ് റൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഉണ്ട്, അതൊന്നും നോക്കണമെന്നില്ല. അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും നോക്കി വെക്കുക. ഓക്കെ. ഇനി ഇത് കൂടാണ്ട് കോമ ഓപ്പറേറ്റർ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ 8 ഓപ്പറേറ്റർ നന്നായിട്ട് പഠിക്കുക.